അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും കിച്ചണിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നെന്താ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ എന്ന് വെച്ചാൽ സ്പെഷ്യലൊന്നല്ല, എന്തെങ്കിലും വൈകുന്നേരത്തേക്ക് ചായക്കൊരു സ്നാക്ക് അത്രമാത്രം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മൈദ, കുറച്ച് കരിഞ്ജീരകം, പിന്നെ കുറച്ച് നെയ്യ്, പിന്നെ അതിൽ കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ് ഒക്കെ പാകത്തിനിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് കുഴക്കുക. എന്നിട്ട് കുറച്ച് ഉണ്ട പോലാക്കി ചപ്പാത്തി കുഴക്കണ പോലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് സ്ക്വയർ ഷേപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഷേപ്പാക്കുക. അങ്ങനെ എണ്ണയിലിട്ടിട്ട് പൊരിക്കുക. ഇത്രയുള്ളൂ നമ്മളെ സ്നാക്ക് ഉണ്ടാക്കുന്ന പരിപാടി. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് അതല്ല. എൻ്റെ ഉമ്മച്ചി ഇന്നിവിടെ ഇല്ല. ഉമ്മച്ചി ഉണ്ണിൻ്റെ കൂടെ അമ്മമാൻ്റെ വീട്ടിൽ പോയി. അതാണ് ഞാൻ ഈ അടുക്കള കയ്യേറാനുള്ള കാരണം. അമ്മമാർ മാത്രം അങ്ങനെ അടുക്കളയിൽ പണി എടുത്താൽ മതിയോ, നമുക്കൊക്കെ എന്തെങ്കിലും ചെയ്യണ്ടേ? അങ്ങനെയാണ് ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് തന്നെ അമ്മച്ചിക്കൊരു സന്തോഷമില്ല കാര്യം കേട്ടോ. ഇടയ്ക്ക് ഞാൻ ഈ ഒക്കെ ഇട്ടെറിഞ്ഞിട്ട് പോകും. അതാണ് പിന്നെ നമുക്ക് പറ്റാത്തത്. കുറച്ചുണ്ടാക്കണുള്ളൂ കേട്ടോ. ഇക്കും എൻ്റെ അമ്മച്ചിക്കും പിന്നെ എൻ്റെ താഴെ 2 ഗടികൾക്കും തിന്നാനുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഗടികളെ കാര്യം ഓർമ്മ വന്നത്. ഈ കണ്ടുള്ള ഗൈസ് 2 അനിയന്മാരാണ് കേട്ടോ. അതായത് ഒരാൾ എൻ്റെ നേരെ ഒരാൾ എൻ്റെ താഴെ, അത് കഴിഞ്ഞിട്ട് ഓൻ്റെ താഴെ വേറൊരാൾ, അങ്ങനെ. അതാണല്ലോ ഈ അനിയന്മാർ. അതിൻ്റെ നേരെ താഴെയുള്ളവനോട് ഒരു കാര്യം പറയാൻ പറ്റില്ല ഗൈസ്. പറഞ്ഞാൽ ഓനെ കളിയാക്കി കൊല്ലും. അല്ലെങ്കിൽ ഇച്ചാ പടുക്കള കയറുന്ന ജന്തുണ്ടാക്കാനാ, വെറുതെ സാധനം കേടാക്കണ്ട, ആരും തന്നെ ആളങ്ങോട്ട് തളർത്തും. അതാണ് ഓൻ്റെ ക്യാരക്ടർ. പിന്നെ വെറുതെ വന്ന് നുള്ളിയും പിച്ചും. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പാവേന്ന്. അങ്ങനെ നേട്ടാ ഞാനിടയ്ക്ക് ഓരോന്ന് അങ്ങോട്ടും കൊടുക്കും. ഓനങ്ങനെ. ഇനി രണ്ടാമത്തോന്, ഓന് പാവാണ് എന്ന് പറയാനില്ല. അത്യാവശ്യത്തിലേറെ എണ്ണീട്ട് തല്ലുകൂടും. വെറുത്തൊരു കാര്യമില്ലാണ്ട് അടി ഉണ്ടാക്കും. ഇപ്പം നിങ്ങൾക്ക് പറയും അത് അനിയന്മാരല്ലേ, സാരല്ല പോട്ടേന്ന്. അനിയന്മാരാണ്, ഓരാൻ്റെ എല്ലാമല്ല. പിന്നെ ഓനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓനെ സൂപ്പിടാനാണ് കേട്ടോ. പിന്നെ എൻ്റെ പപ്പ ഗൾഫിലാട്ടോ ഗൈസ്, ഖത്തറിലാണ്. പപ്പൻ എന്തുവരെ ചീത്തൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഉമ്മച്ചും അങ്ങനെ ചീത്ത പറയൊന്നുമില്ല. ആകെ ഒരു മോളല്ലേ, 4 അലക്ക് കളിച്ച് വളർത്തണം എന്നാണ് എൻ്റെ കയ്യിലിരിപ്പ്. എൻ്റെ അനിയന്മാരെ ഇനി എന്തൊക്കെ ബുദ്ധിമുട്ടിച്ചാലും എന്ത് പ്രശ്നം ഉണ്ടായാലും ഓരേ വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ഈ വക സാധനമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ചെറുമാതിരി തട്ടിക്കൂട്ടൊക്കെ ആണ്, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ടാറ്റാ.